ജീവിതയാത്രയിൽ പ്രതിസന്ധികൾ വരുമ്പോൾ പതറിപ്പോകാറുണ്ടോ? അങ്ങനെയെങ്കിൽ അതിൻ്റെ കാരണമൊന്ന് ചികഞ്ഞു നോക്കിയാലോ? നമസ്കാരം, KKGFിൻ്റെ 199-ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. വിജയത്തിലേക്കുള്ള യാത്രയിൽ വഴികാട്ടിയാകാൻ ഉതകുന്ന ഒരു ചെറിയ കഥ ഇന്ന് പങ്കുവയ്ക്കാം. ഒരിക്കലൊരു ബാലൻ തൻ്റെ മുത്തച്ഛനോട് ചോദിച്ചു, മുത്തച്ഛ, വലിയൊരു വിജയിയാകാൻ എന്താണ് വഴി? മുത്തച്ഛൻ മറുപടിയൊന്നും പറയാതെ അവനെ കൂട്ടിപ്പോയി 2 ചെറിയ ചെടികൾ വാങ്ങി. ഒന്ന് വീടിനുള്ളിലെ ചട്ടിയിൽ നട്ടു, മറ്റൊന്ന് വീടിന് പുറത്തെ മുറ്റത്തും. ഏത് ചെടിയാണ് നന്നായി വളരുക എന്ന മുത്തച്ഛൻ്റെ ചോദ്യത്തിന് വീടിനുള്ളിലെ ചെടി തന്നെ, കാരണം അതിന് പുറത്തെ അപകടങ്ങളെ പേടിക്കണ്ടല്ലോ എന്നായിരുന്നു കുട്ടിയുടെ മറുപടി. മുത്തച്ഛൻ കുട്ടിയുടെ പുറത്ത് തട്ടി ചെറുതായൊന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, നമുക്ക് നോക്കാം. ഏതാണ്ട് 4 വർഷത്തിന് ശേഷം ആ കുട്ടി വീണ്ടും മുത്തച്ഛൻ്റെ അടുത്തെത്തി. മുത്തച്ഛ, വിജയിയാകേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞില്ലല്ലോ. മുത്തച്ഛൻ അവനെ അന്ന് നട്ട ചെടികൾ കാണിക്കാൻ കൊണ്ടുപോയി. വീടിനുള്ളിലെ ചെടി ചട്ടിയിൽ ഒരു ചെറിയ അലങ്കാര ചെടിയായി നിൽക്കുന്നു. എന്നാൽ പുറത്ത് നട്ട ചെടിയോ പടർന്ന് പന്തലിച്ച് ഒരു വൻമരമായി മാറിയിരിക്കുന്നു. കുട്ടി അത്ഭുതപ്പെട്ടപ്പോൾ മുത്തച്ഛൻ പറഞ്ഞു, മോനെ, വീടിനുള്ളിലെ ചെടി സുരക്ഷിതമായിരുന്നു, പക്ഷേ അതിന് കാറ്റും മഴയും ഏൽക്കാഞ്ഞതുകൊണ്ട് അതിൻ്റെ വേരുകൾ ആ ചട്ടിക്കുള്ളിൽ തന്നെ ഒതുങ്ങിപ്പോയി. എന്നാൽ പുറത്തെ ചെടി വലിയ കാറ്റുകളെയും പ്രകൃതിക്ഷോഭങ്ങളെയും നേരിട്ടു. അതിജീവിക്കാനുള്ള ആ പോരാട്ടമാണ് അതിൻ്റെ വേരുകളെ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങാനും ദൂരേക്ക് പടരാനും സഹായിച്ചത്. ആ കരുത്തിലാണ് അത് ഇത്ര വലിയ മരമായി വളർന്നത്. സുഹൃത്തുക്കളെ, ഈ കഥ നൽകുന്ന പാഠം ലളിതമാണ്. സുരക്ഷിതമായ ഒരിടത്ത് ഒതുങ്ങിക്കൂടിയാൽ നമ്മുടെ കഴിവിൻ്റെ വേരുകൾ പടരില്ല. പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും നേരിടുമ്പോൾ മാത്രമാണ് നമ്മൾ ആഴത്തിലും പരപ്പിലും വളരുന്നത്. കുട്ടികളെ ലാളിച്ച് വീട്ടിൽ തന്നെ നിർത്തി വളർത്തിയാൽ പെട്ടെന്നൊരു ദിവസം ഹോസ്റ്റലിലോ ജോലി സ്ഥലത്തോ എത്തിയാൽ അവർ പതറിപ്പോകും. തടസ്സങ്ങളെ നേരിടാനും അവയെ മറികടക്കാനുമുള്ള കഴിവ് ചെറുപ്പത്തിലെ ആർജിക്കേണ്ടതാണ്. അങ്ങനെയുള്ളവർ ഉറപ്പായും ജീവിത വിജയം നേടും. ബൈ ഫ്രം KKG.